ഹലോ, എന്തൊക്കെയാണ് വിശേഷം? സുഖമാണല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇന്ത്യൻ പവലിയനിൽ ഇറങ്ങിയതിന് ശേഷം വയറിനൊക്കെ ഒന്ന് ശാന്തമാക്കി സമാധാനിപ്പിച്ചതിന് ശേഷം നമ്മൾ പിന്നെയും യാത്ര തുടർന്നു. അപ്പോൾ അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇറാഖ് പവലിയനാണ്. ഈ ഒരു ഗ്ലോബൽ വില്ലേജിൽ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് എങ്ങോട്ട് തിരിയണം, അല്ലെങ്കിൽ എവിടെ തിരിഞ്ഞാൽ നല്ല കാഴ്ച കാണാൻ പറ്റും, അതല്ലെങ്കിൽ ഇതിൻ്റെ എവിടെ നിന്ന് തുടങ്ങണം, എവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ്, ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, ഒരു ഒഴുക്കിന് അങ്ങോട്ട് നടക്കുക. അപ്പോൾ എവിടെയാണോ കാണുന്നത് ആ ഒരു പവലിയനിൽ നമ്മൾ അങ്ങോട്ട് കയറാം. കാരണം ഇത് ഫുൾ കവർ ചെയ്ത് തീരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നടക്കില്ല. അപ്പോൾ കിട്ടണോടത്ത് അങ്ങോട്ട് കയറാം, കാണാം, ഇറങ്ങാം, അതൊക്കെ തന്നെ നമുക്ക് നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും നോക്കിയില്ല, തൊട്ടടുത്ത് കണ്ട ഇറാഖ് പവലിയനിലേക്ക് കയറി. വലിയൊരു തിരക്കും ബഹളമൊന്നും നമ്മളവിടെ കാണാത്തതുകൊണ്ട് തന്നെ വിചാരിച്ചു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും ഫീൽ ചെയ്തു. കുറേ എന്താ പറയുക, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, പിന്നെ നട്ട്സിൻ്റെ ഷോപ്പ്, ഇതൊക്കെ തന്നെ അവിടെ നമ്മൾ കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും കാണാത്തതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി, സമയം കളയണ്ടെന്ന് വിചാരിച്ചു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആസ് യൂഷ്വൽ നല്ല തിരക്ക്. എന്താ പറയുക, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു പവലിയനിലേക്കാളും തിരക്കാണ് ഈ പുറത്തുള്ള ഈ ചെറിയ ചെറിയ സ്റ്റോളുകളിൽ കേട്ടോ. അപ്പോൾ അതിനുശേഷം ഈ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളും പതുക്കെ അഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ചൈനയായിരുന്നു. അപ്പോൾ ചൈനയുടെ എൻട്രൻസ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും നോക്കില്ല, നേരെ വിട്ടു ചൈനയ്ക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയെന്ന് മനസ്സിലൊരു ഉള്ളുള്ളി. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം നമുക്കറിയാമല്ലോ ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ചൈനയുടെ സംഭവങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിചാരിച്ചതൊന്നും തെറ്റിയില്ല, സത്യമായിരുന്നു. കാരണം ഒരുപാട് ആക്സസറീസ്, അതുപോലെ തന്നെ എല്ലാ കടകളിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിതൊന്നും വാങ്ങിയില്ല കേട്ടോ, എല്ലാം കണ്ടാസ്വദിച്ചു. ഞാൻ പറഞ്ഞിരുന്നു, കണ്ടാസ്വദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള ഷോപ്പിങ്ങിനോട് വലിയൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു എന്താ പറയുക, വലിയ ഇതൊന്നും എടുത്തില്ല. അതിനുശേഷം എനിക്ക് തോന്നുന്നു കുറച്ച് അഫോർഡബിൾ ആയിരുന്നു തോന്നുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനുശേഷം നമ്മളിതൊക്കെ കണ്ട് ചൈനയിൽ നിന്നും വേഗം പുറത്തിറങ്ങി. അപ്പോൾ ഇതായിരുന്നു സത്യത്തിൽ ഇതിൻ്റെ എൻട്രൻസ്. നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ കയറി എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലായി കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഫ്രണ്ട് ഏതാ ബാക്കാതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഒരു പൂരത്തിന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ നമ്മുടെ ഈ മരണക്കിണർ അങ്ങനത്തെ ഒരു സംഭവങ്ങളുടെ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിലേക്ക് കടന്നൊരു പ്രതീതിയായിരുന്നു കേട്ടോ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. അത്ര തിരക്കുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിച്ച് പൊളിക്ക് മറയാൻ പറ്റിയ സ്ഥലം, അതുമാതിരി ഇഷ്ടം പോലെ ഗെയിംസിൻ്റെ ഒക്കെ ഏരിയ ഉണ്ട് കേട്ടോ. നമ്മളിതൊക്കെ സത്യം പറഞ്ഞാൽ ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്തായിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യം എന്നോ. അത് നല്ല അടിപൊളി ട്രീസൊക്കെ അവിടെ കണ്ടു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഗിഫ്റ്റ് ബോക്സ് കൊണ്ടൊക്കെ ട്രീ ഉണ്ടാക്കി വെച്ചാൽ കണ്ടു. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള അടുത്ത